അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് നമ്മുടെ മൂന്നാം പെരുന്നാളിൻ്റെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്ത ഒരു ഭയങ്കര അടിപൊളി വ്ളോഗാണ് കേട്ടോ. കുറേ കാലമായി ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടിയിട്ട്. അപ്പം ഞാൻ രണ്ടാം പെരുന്നാൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. മൂന്നാം പെരുന്നാൾ ഉച്ചയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും എന്നാലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഒക്കെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരെ തറവാട്ടിലോട്ട് പോവുകയാണ്. പള്ളി കഴിഞ്ഞിട്ട് ഇക്ക വന്നതാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും വന്ന് സെറ്റായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വ്ളോഗ് എടുക്കുന്നുള്ളത് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേക്കപ്പൊക്കെ ഇടണം എന്നുള്ളവർക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വേഗം കയറി അയാനും ഇക്കയൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. ഇതാ ഉമ്മാൻ്റെ ഉമ്മയാണ്. പിന്നെന്താണ്, ഫുഡെല്ലാം നമ്മൾ ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചൊരു തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തത്. അവിടെ ഭയങ്കര കെട്ടിപ്പിടിക്കലും കരച്ചിലൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറേ ഇമോഷൻസ് വരുമല്ലോ, ചിരിയും കരച്ചിലും എല്ലാം കൂടെ ആയിരിക്കുമല്ലോ. ഇത് ഉമ്മാൻ്റെ ഏറ്റവും വലിയ ബ്രദറാണ്. അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ 10 മക്കളാണ് കേട്ടോ. 10 മക്കളും പേരക്കുട്ടികളും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഈ വ്ളോഗിൽ പലരും ഷോളില്ലാണ്ടിയും അങ്ങനെയും ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടാവും. അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയും ക്രൗഡാണ്. ഇതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അത് നേരാക്കി ഇത് നേരാക്കി എന്ന് പറഞ്ഞിട്ട് അവരോട് പറയാനുള്ളൊരു ഇതും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ അതിന് നെഗറ്റീവ് കമൻറ്റ് ഇടരുത് പ്ലീസ്, കാരണം അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ വീഡിയോ എടുത്ത് കണ്ടിടുന്നത്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു അടിപൊളി മെമ്മറിയാണിത്. അതുകൊണ്ട് എനിക്ക് അത് കട്ട് ചെയ്യാനോ ഇത് കട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. എനിക്ക് കിട്ടിയ വീഡിയോസ് കംപ്ലീറ്റ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ബീഫ് ബിരിയാണി വാങ്ങിച്ചു, പിന്നെ സാലഡ്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ഐസ്ക്രീം, കേക്ക്, ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ നമ്മൾ ആക്കിയിരുന്നത്. അപ്പോൾ പള്ളിയൊക്കെ തിരിഞ്ഞ് വന്നിട്ട് എല്ലാവരും ഫസ്റ്റ് ഫുഡ് കഴിക്കുക, അതല്ലേ മെയിൻ. ഫുഡ് കഴിക്കൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ കുറേ വർത്താനം, കുറേ ഫുഡ് കഴിക്കൽ, ഇതൊക്കെയല്ലേ. അങ്ങനെ തറവാടുകളിൽ നമുക്ക് ഓരോ ഗ്യാങ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാങ്ങിൽ പെട്ടതാണ് കേട്ടോ ഈ 2 കാണുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഗ്യാങ്ങിൽ 5 പേരാണ്, പക്ഷെ 2 പേര് മിസ്സിങ് ആണ് കേട്ടോ. ഒരാൾ ഗൾഫിൽ, ഒരാൾക്ക് വരാൻ പറ്റിയില്ല. 5 പേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കിട്ടിയ 3 പേരെ വെച്ചിട്ടൊരു വീഡിയോ എടുത്തു കേട്ടോ ഞാൻ. പക്ഷെ നമുക്കൊക്കെ ഇങ്ങനെ ഓരോ ഗ്യാങ്, ആ ഗ്യാങ്ങിൻ്റെ ഉള്ളിൽ കുറേ കഥകൾ, ചിരിക്കാനും ഇണങ്ങാനും വിടങ്ങാനും വഴക്കടിക്കാനും ഒക്കെ ഉണ്ടാവില്ലേ. നിങ്ങൾക്കൊക്കെ അങ്ങനെ മെമ്മറി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. മെമ്മറി കമൻറ്റ് ചെയ്യണ്ട, യെസ് ഓർ നോ അങ്ങനെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് പന്തി ഇരുന്നിരിക്കുകയാണ്. വലിയ ആൾക്കാരും കുട്ടികളും എല്ലാവരും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം വിശക്കുന്ന പിള്ളേരും ഒക്കെ ഉണ്ട്. പിന്നെ പള്ളി വിരിഞ്ഞെത്തിയ ആൾക്കാരൊക്കെ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മൾ കുറേ പേര് സെർവ് ചെയ്യണു. റിഹാനൊക്കെ ഇരുന്ന് ഫുള്ള് ഫുഡ് അടിയാണ് കേട്ടോ. റോനി എങ്ങനെയുണ്ട്? കളിക്കല്ലേ, ഇന്ന് ഡാൻസ് കളിക്കല്ലേ? ഈദ് മുബാറക്ക്. ഞാനാണെങ്കിൽ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. കുക്കിങ്ങിൻ്റെ ടെൻഷനില്ല, വിളമ്പറിൻ്റെ ടെൻഷനില്ല, പോയിരുന്ന് കഴിച്ചാൽ മാത്രം മതിയല്ലോ, അങ്ങനെ ഒരു ഇതല്ലേ. അപ്പോൾ ഇത് ഉമ്മാൻ്റെ ഒരു അനിയത്തി, കല്ലടിക്കോടാണ്. അപ്പുറത്തുള്ളതൊക്കെ പേരക്കുട്ടികൾ. അതിൻ്റെ അപ്പുറത്തുള്ളത് ഭയങ്കര സാധനമാണ് കേട്ടോ. എനിക്ക് ഒരു ലൈക്കേ കിട്ടുള്ളൂ എൻ്റെ ചാനലിൽ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ആളാണ്. അപ്പോൾ ഞാൻ പ്ലേ ബട്ടൺ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറയണ നീ ക്യാഷ് കൊടുത്ത് മേടിച്ചതല്ലേ എന്നുള്ളത്. അപ്പം ഞാൻ 1 ലക്ഷം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് വായടിച്ചിട്ട് വന്നതാണ്. ഇവിടെയാണെങ്കിൽ നെക്സ്റ്റ് പന്തിയിലോട്ട് ആൾക്കാരെത്തിയിട്ടുണ്ട്. എത്ര പന്തികൾ ഇനി വേണം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ 2ാമത്തെ പന്തിയിൽ പിന്നെ ഞാനിരുന്നു. ഇരിക്കാൻ പോയപ്പം സീറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ആ സ്റ്റെയർകേസിലിരുന്നു. എവിടെ പോയാലും എനിക്ക് സ്റ്റെയർകേസാണല്ലോ എൻ്റെ വീക്ക്നെസ്. അപ്പം ഞാൻ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് സെർവ് ചെയ്തിട്ട് അവിടെ ഇരുന്നു കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. എവിടെ നിന്ന് ഓർഡർ ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. എന്തായാലും ഫ്രൈ നോട്ട് ബാഡ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ.
അപ്പം ഇതിൽ പല കോമഡികളും പല തരത്തിലുള്ള റിയാക്ഷനും ആക്ഷനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പ്രാങ്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ക്യാമറയിൽ അത് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ അതും കൂടെ അപ്ലോഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ എന്തായാലും എൻജോയ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ മനസ്സിലുള്ള കമൻറ്റ് ഇടണം. പിന്നെ നമ്മുടെ തറവാട്ടിൽ ഇത്ര ആൾക്കാർ മാത്രമല്ല കേട്ടോ, ഇഷ്ടത്തിനുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു ഇതൊരു പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. इतना क्लियर होगा അപ്പോൾ നമ്മുടെ തറവാട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കേട്ടോ ഈ കിടക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ല ചിരിയൊക്കെയാണ് കേട്ടോ. എല്ലാവരുടെയും കണ്ണ് തട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെയും കൂടി കണ്ണ് തട്ടു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഉപ്പും ഇതൊക്കെ ഒഴിഞ്ഞിടാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും. എന്താണ് ചിരിക്കണ് ഒക്കെ വന്നോ? അപ്പം നമ്മുടെ ഐസ്ക്രീം വിതരണം ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ഭാഗത്ത് കേക്ക് കട്ടിങ് ഉണ്ട്. ഇത് അമ്മായി തന്നെ മേക്ക് ചെയ്ത കേക്കാണ്. 37 തന്നെ നിന്ന് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും എത്തിക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം കേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെ നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കേക്ക് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക. പൂന്താനത്താണ് കേട്ടോ വീട്. അപ്പം നിങ്ങൾ കേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്കെല്ലാം കഴിക്കാൻ. അപ്പോൾ ഒരു കേക്ക് പീസും പിന്നെ നമ്മുടെ 2 വിധത്തിലുള്ള ഐസ്ക്രീമും എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മെല്ലെ അവിടുന്ന് സ്കൂട്ടായി. ബാക്കിയുള്ളവർ ആക്രാന്തം കാണിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഷുഗറാണ് പറഞ്ഞിട്ട് ഇതല്ലേ വീഡിയോ? ഇതാണ് സഹായിക്കും. ഞാൻ ഓടിണ്ടോ ഒരു പാമ്പിനെ പിടിച്ചിട്ട് അവർ പ്രാങ്ക് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പാമ്പിനെ കണ്ടവർ വീണ്ടും വീണ്ടും പേടിക്കുന്നുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ അടുത്ത് തൊടാനേ പോവുകയും ചെയ്തില്ല. എനിക്ക് പണ്ടേ പാമ്പുകളിനെ അറപ്പായിരുന്നു കേട്ടോ, പേടിയല്ല അറപ്പാണ്. ഇതൊരു ശരിക്കും ഒറിജിനലായിട്ട് തോന്നുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഇതാ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ ഒരാൾ ഐസ്ക്രീം കഴിക്കുന്നത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇങ്ങനെ പിടിക്കുക ണവളെ പാടുകില്ലേ കണ്ടു 2 കണ്ണ് കഥകിൻ മറവിൽ നിന്ന് കരിനീല കണ്ണുള്ള പെണ്ണ്, കരിമീൻ പോലത്തെ പെണ്ണ്. പാടുപടി പാടുവേ പാടാൻ പറ. ഞാൻ നല്ല പാടും. ഞങ്ങളെ ഗ്ലോബലിന് വേണ്ടി ഞങ്ങളുടെ പാട്ട് ഈ ഫ്രണ്ട് അങ്ങനത്തെ
അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ച് അവസാനം കുഞ്ഞിനെ കരയിപ്പിക്കേണ്ട അവസ്ഥയില്ലേ. എല്ലാവരും കൂടെ കുട്ടീനെ അങ്ങ് വട്ടം ചുറ്റിയിരിക്കുകയായിരുന്നു. ഇവിടെ ആണെങ്കിൽ സോങ്ങിൻ്റെ കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ, കലാപരിപാടികളൊക്കെ. കണ്ടാലഴകുള്ളൊരു കുട്ടി, കഴിവുള്ളൊരു ചെറുവൻ കുട്ടി, കലമാൻ മിഴി രണ്ടും കലങ്ങി എന്റെ മനം പൊട്ടി. ഇപ്പോൾ കരയുന്നവൾ അവിടെയിരുന്ന് ബഹളം കൂട്ടി. കണ്ട സുന്ദരിയായ ഒരു അൻസാരി പെണ്ണിന്റെ മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ നല്ല ആഡംബരങ്ങളെല്ലാം കുട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ നല്ല ആഡംബരങ്ങളെല്ലാം കുട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. മാഞ്ഞാളം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചെന്നെ കണ്ടാൽ പാഞ്ഞോളി തീരുന്നെന്തിനാണ്. മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണ് വേഗത്തിൽ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ. കേട്ടു കേട്ട് നീ ഉറങ്ങൻ കരളിന്റെ കാതലേ, കരളിന്റെ കാതലേ. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. നാളിൽ മാടം എനിക്ക് സാമ്രാജ്യം കൈവന്നടാ വന്നടാ. പാട്ടു പാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ. കേട്ടു കേട്ട് നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ, കരളിൻ്റെ കാതലേ. മമ്മി ഞാൻ കണ്ടില്ല, മമ്മി ജുനുവിനെ ഞാൻ കണ്ടില്ല. അങ്ങനെ അവിടെ ഇല്ലാത്ത പേരക്കുട്ടികളൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങളുടെ സെലിബ്രേഷനൊക്കെ കണ്ട് അസൂയപ്പെടുന്നത് പോലെ തോന്നിട്ടോ. ഇതെൻ്റെ ബ്രദറാണ്, മുഖം കാണിക്കാൻ പറഞ്ഞിട്ട് കാണിക്കുന്നില്ല, കണ്ടില്ലേ മുഖം പൊത്തിയിരിക്കുന്നത്. പലരും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നണു കേട്ടോ, ഇട്ടിട്ടുണ്ട് തോന്നണമെന്നല്ല. അങ്ങനെ എന്താണ് ഫുഡ് കഴിച്ച് ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞ് പാട്ടും പാടൽ കഴിഞ്ഞ് ഞങ്ങൾ ഹാങ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് സംസാരിച്ച്. ഇവിടെ ദാ ഒരു കള്ളിപ്പെണ്ണ് കണ്ടില്ലേ. കടിക്കോ ഇല്ലേ, നോക്കട്ടെ, പാമ്പിനെ കാണിക്ക്. നല്ല രസമുണ്ട്. പാമ്പിന് വഴക്കുണ്ടാക്കണം. കൊടുക്കടോ പാവം കൊടുക്കടോ. കാണിക്ക്, ഇനി ഒരു ഉമ്മ കൊടുക്ക്, പാമ്പിനൊരു ഉമ്മ കൊടുക്ക്, ഒരു ഉമ്മ കൊടുക്ക്. അങ്ങനെ ഇത്രയും ആൾക്കാർ പ്ലേ ബട്ടൺ കിട്ടിയ എന്നെ വെറുതെ വിടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വരുന്ന വഴി തന്നെ ഒരു കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അലനല്ലൂരുള്ള ഒരു ബേക്സ് എന്നാണ് ഓർഡർ ആക്കി. മൈ കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആർകെ ടവർ ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പിന്നെ മേലാറ്റൂരിലും ഉണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ അലനല്ലൂർ, മൈ കേക്ക്സ് അലനല്ലൂർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻസ്റ്റാ ID ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ആക്കിയത്. ടെൻഡർ കോക്കനട്ട് 3 kg ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 100K സബ്സ്ക്രൈബേഴ്സ് 100K സെലിബ്രേഷൻ എന്നാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ 100K ഫോളോവേഴ്സ് എന്നാണ്. ഇവിടെ പാട്ടുപാടൽ കഴിഞ്ഞിട്ടില്ല, തുടർന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അവർ പാടട്ടെ അല്ലേ, നമുക്ക് പോയി കേക്ക് മുറിക്കാം അല്ലേ. സുഖം നൽകാൻ
നേരം വെളുത്തപ്പ കാണുന്നില്ല, മാനി കാണുന്നില്ല, വിരിഞ്ഞോളല്ലേ ആക്ച്വലി കേക്ക് കട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മുമ്മാനെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു. പക്ഷേ മൂപ്പത്തിയർക്ക് അവിടം വരെ നടന്ന് ആ ക്രൗഡിൽ നിൽക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, ഐ മീൻ ആ ഒരു ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കേക്ക് പീസ് എടുത്തിട്ട് പോയി വായിലൊക്കെ വെച്ച് കൊടുത്തതാണ്. അത് കഴിഞ്ഞതും എൻ്റെ മോൻ ഓടി വന്നു, എനിക്കും എന്ന് പറഞ്ഞിട്ട്. പിന്നെ റോനി ഓടി വന്നു. അങ്ങനെ എല്ലാവർക്കും എൻ്റെ കയ്യിലുള്ളതിനൊക്കെ കൊടുത്തു. പിന്നെ അവിടെ ഭയങ്കര കട്ടിങ്ങും എല്ലാവർക്കും ആക്കലൊക്കെ അമ്മായിൻ്റെ വകയാണ്. കാരണം മൂപ്പത്തിയർ അതിനൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ. മൂകികൾ വൈത്തൂരൈത്ത് കൈപീടിത്ത് കയറ്റും, മൂഖം പൊത്തി മാണൈത്ത് മാറാണൈത്ത് നാറ്റും, സൂരലോകമണിഹൂർ നിസാരിങ്ങളെ സുഖം നൽകാൻ പുരുഷർക്കുള്ള ലഹരിങ്ങളെ. അങ്ങനെ നമ്മുടെ പാട്ടിൻ്റെ കലാപരിപാടികളൊക്കെ ഏകദേശം തീർത്തു വെച്ചു. ഇനിയിപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ 1.5 മണിക്കൂർ അതന്നെ വേണ്ടി വരും പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊരു അപ്പുറത്തെ ഗസ്റ്റ് മീൻസ് ഇവിടുത്തെ വല്യപ്പാൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിലേഷൻ എന്തൊക്കെയാണെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 10-16 വയസ്സിൽ ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്ട ആളാണ്. അതുകൊണ്ട് എനിക്ക് ആര് എന്ത് ഇങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇങ്ങനെ ഓപ്പണായിട്ട് ഞാൻ വിളിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ. പിന്നെ ഞങ്ങൾ സിറ്റൗട്ടിലിരുന്ന് ചൂടാണോ തണുപ്പാണോ വെയിലാണോ, തണുപ്പ് എന്ന് പറയാൻ പറ്റില്ല, വെയിലാണോ ഒന്നും നോക്കിയില്ല. ഫുള്ള് വിയർത്ത് ഒലിച്ച് ചൂടും ഒക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പോകാൻ തുടങ്ങി. മോളൂസും പോവാണ് കേട്ടോ. ഇങ്ങനെ ഫസ്റ്റ് അവരാണ് കേട്ടോ ഇറങ്ങിയത്. ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അങ്ങ് പോയി കിട്ടിയാലേ കുട്ടിക്കൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പം അവരാണ് കേട്ടോ ആദ്യം പോയത്. പിന്നെ നമ്മൾ അപ്പുറത്ത് തന്നെ മാമാൻ്റെ വീടുണ്ട്, അങ്ങോട്ട് പോയി. 2 മാമാരുടെ വീട് അപ്പുറത്തെ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോയി കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പോയി. ഇത് വലിയ മാമാൻ്റെ വീടാണ്. മുപ്പത്തിയുടെ വൈഫിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയത് കാരണം നമ്മൾ അവിടെ പോയി കണ്ടതാണ് കേട്ടോ. ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ വരാൻ പറ്റാത്തതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കുറച്ച് റീൽസൊക്കെ എടുക്കുമെന്നൊക്കെ ചോദിച്ച് ഞാൻ ചുമ്മാ ഇങ്ങനെ നടന്നതാണ്. പക്ഷെ അത് കൊള്ളാക്കി തന്നു കേട്ടോ എൻ്റെ കെട്ടിയവന്. അവിടെ നിന്നിട്ട് അത് മാവല്ല, അത് തെങ്ങല്ല, അതല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കുമോ? അത് 32 കൊല്ലം പുറത്ത് കാണിച്ചിട്ടാണ് നമ്മൾ ചിരിക്കുന്നത്. അങ്ങനെ ഇതൊരു ചെറിയ മാമാൻ്റെ വീട്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നല്ല കാന്താരിയൊക്കെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്തു. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോനാണ്. കണ്ടു കഴിഞ്ഞാൽ ആചാരം ബാഹു ആണെങ്കിലും നമ്മൾ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ നിന്ന് ഫുള്ള് ഞാൻ ഫോട്ടോ ആണെന്ന് വിചാരിച്ചിട്ടാണ് കംപ്ലീറ്റ് പോസ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഒരു ഫോണിൽ ഫോട്ടോ എടുത്തു, ഒരു ഫോണിൽ വീഡിയോ എടുത്തു കേട്ടോ. അങ്ങനെയായിരുന്നേ. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ഇഷ്ടമായിച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ ആരാണ് ബ്യൂട്ടീച്ചോ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം നിങ്ങൾ ആരെയായിരിക്കും പറയാന്നുള്ളത്, എന്നാലും ചുമ്മാ അങ്ങ് ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളും പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്രയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് അപ്പം ഞങ്ങൾ അലനല്ലൂർ പോയിട്ട് ലസി ലൈക്കിൽ കയറിയതാണ്. ഓരോ ജ്യൂസും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓർഡർ ആക്കിയത് അയാനും ആമിയും ബദാം മിൽക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്തയും ഗ്രേപ്സ് ജ്യൂസ് കേട്ടോ. പിന്നെ റിഹാനും ഷമീംക്കും മൊജിറ്റോ ഓർഡർ ആക്കി. ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ മൊജിറ്റോ. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. മൊജിറ്റോ ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. അത്ര ഇഷ്ടമായില്ല. എസെൻസൊക്കെ കൂടിപ്പോയി അതിൽ.
അങ്ങനെ ഞങ്ങളിതാ ആകെ ടയേർഡായിട്ട് ഇരിക്കുകയാണ്. കണ്ടില്ലേ, ഫേസൊക്കെ ഭയങ്കര മോശമായിട്ട്. അപ്പം ഞങ്ങൾ ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ഇനി വീട്ടിലോട്ട് വിടണം. ഇതിൽ മിസ്സിങ് ആയത് സിസ്റ്റർ അനിയത്തിൻ്റെ മോളിയാണ് കേട്ടോ. മോളുണ്ടെങ്കിൽ അവിടെ പൊളിച്ചടുക്കിയിട്ടുണ്ടാവും. ഇക്കാൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ, മൊജിറ്റോ കുടിച്ചിട്ട് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ ആൾക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കുഞ്ഞു വ്ളോഗായിട്ട് ഇനി വരാം. ഈ വ്ളോഗ് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. വ്ളോഗ് കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും ബൈ. നമ്മുടെ ഫാമിലിനെയൊക്കെ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക. ഇത്ര മാത്രമല്ല, ഇനിയും ഒരുപാടുണ്ട് കേട്ടോ.